ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു പൂസ് ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പറഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളെ ആ ഒരു മോൺസ്റ്റർ കാറില്ല, നമ്മളെ മാഡ് മാക്സ് അതും കയറിലും നമ്മളെ പോലീസുകാരെ നമ്മളെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ഫൈനാണ് അടക്കാൻ പറഞ്ഞത്, പിന്നെ അടച്ചു കഴിഞ്ഞപ്പോഴാണ് അവർ നമ്മളടുത്ത് പറഞ്ഞത് ഈ ഒരു കാറും കയറും ഓവർ സ്പീഡ് ആണ്, അതുകൊണ്ട് തന്നെ ഇത് തരാൻ പറ്റില്ല എന്ന്. എന്തായാലും പോലീസുകാരെന്തായാലും ഈ ഒരു കാര്യം പറയത്തില്ല, കാരണം ഓവർ സ്പീഡ് ആയതിന് വലിയ ഓവർ സ്പീഡ് കുറച്ച് പ്രശ്നമാണ്. പക്ഷെ അത്രയ്ക്ക് ഓവർ സ്പീഡൊന്നും നമ്മുടെ വണ്ടിക്കില്ല. കൂടിപ്പോയാൽ 100-ന് മേളിൽ 200-ന് താഴെ അത്രയും പോകത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ ഷോപ്പാണിത്. അപ്പോൾ ഇവരോട് നമുക്ക് പറയാം എന്താന്നൊക്കെ നോക്കാം, നമുക്ക് ഇവിടുത്തെ കച്ചവടമൊക്കെ എങ്ങനെ ആയെന്നൊക്കെ നോക്കാം. എന്തായാലും ഇവിടെ കുഴപ്പമൊന്നുമില്ല അല്ലേ കച്ചവടം. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ആയാലും നമ്മുടെ വണ്ടിക്ക് ഇത്ര ഓവർ സ്പീഡൊന്നും ഇല്ല. ഇത് 200-300-ന് മേളിലൊക്കെ ആണെങ്കിൽ പിന്നെയും പറയാം ഓവർ സ്പീഡ്. അതായത് പോലീസുകാരനാ, പിന്നെ അവിടുത്തെ പോലീസുകാർ അവിടെ ആരും ഉണ്ടായില്ല. ഞാൻ അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് അവിടെ വേറെ എന്തോ കാര്യത്തിന് വേണ്ടി പോലീസുകാർ മൊത്തം സ്കോട്ടിന് വേണ്ടി അവിടെ പോയേക്കാണ്. അധികം ആൾക്കാരൊന്നും ഇല്ല അവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫോം വിളിച്ചാണ് പിന്നെ പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് ചെറിയ സംശയമുണ്ട്, ഇത് പോലീസ് തന്നെ ആയിരിക്കില്ല. അതായത് നമ്മളെ വണ്ടി ഇപ്പോൾ പകൽ എന്തായാലും പോലീസ് അല്ലെങ്കിൽ തന്നെ നമ്മളെ വണ്ടി എന്തായാലും പകൽ അവിടെ നിന്ന് ആരും എടുക്കത്തില്ല ആരായാലും. പിന്നെ രാത്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും രാത്രിയാണ് വെയിറ്റ് ചെയ്തിട്ട് അവർ വരുന്നേക്കാട്ടും മുന്നേ നമുക്ക് നമ്മുടെ വണ്ടി എടുക്കണം. പിന്നെ ഇപ്പോൾ പോലീസ് അല്ലെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ പോയി രാത്രി ആകുമ്പോഴേക്കും നമുക്ക് വണ്ടി എടുക്കണം. അപ്പോൾ ഇപ്പം എന്തായാലും നമ്മളിവിടെ സിറ്റിയുടെ അവിടെ മേളിലൊരു സ്ഥലത്താണ് വ്യൂ ഒക്കെ ഉള്ളത്. അവിടെ പോയി നിൽക്കാം, നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം കാറിൽ എന്നിട്ട് എവിടെയെങ്കിലും നിന്നിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു എന്തായാലും രാത്രിയാണോ വരെ വെയിറ്റ് ചെയ്യണം. എന്തായാലും ഇപ്പോൾ പോലീസ് എല്ലാം എൻ്റെ ഒരു തോന്നൽ, എനിക്കറിയില്ല കറക്റ്റ്. എന്തായാലും ഇവിടെ നമുക്ക് നമ്മളെ വണ്ടി പാർക്ക് ചെയ്യാം. ആ ഒരു വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ പോലീസാണെങ്കിൽ തന്നെ നമുക്ക് എന്തായാലും അത് കുറച്ചാളത്തേക്ക് ഇവിടെ ഒളിപ്പിച്ച് വെക്കണം, എവിടെയെങ്കിലും ആരും കാണാത്ത രീതിയിൽ എവിടെയെങ്കിലും കൊണ്ട് ഒളിപ്പിച്ച് വെക്കണം. അപ്പം എന്തായാലും നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ ഒരു പെൻസായാലും ഈ ഒരു പെൻസിൻ്റെ മോഡിഫിക്കേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യട്ടെ കേസ്. ഓക്കെ, ഇല്ലെങ്കിൽ നമുക്ക് എന്തായാലും ഈ ഒരു മോഡിഫിക്കേഷൻ മാറ്റും. എന്നാൽ നമുക്ക് ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്യട്ടെ കേസ്. ഇപ്പോൾ നമുക്ക് നല്ല വ്യൂ ആണ് കേട്ടോ, നമുക്കത് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ രാത്രി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വ്യൂ ഒക്കെ കണ്ടുനിന്ന് നേരം പോയതറിയില്ല, രാത്രിയായി. ഏകദേശം ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വന്നപ്പോൾ. ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു. അതിന് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് രാത്രി ആയിരുന്നു. നമുക്ക് ലേറ്റ് ഒക്കെ ഇട്ട് നമുക്ക് നൈസായിട്ട് ലാഗ് ഉണ്ട് കേട്ടോ ഇഷ്ടമായിട്ട്. ഓക്കെ, അതായത് നമ്മൾ ഈ ഒരു വണ്ടി എടുത്ത് നമുക്ക് നേരെ വിടാം കേട്ടോ. നമ്മൾ ആ ഒരു സ്ഥലത്തൊരു പോലീസ് സ്റ്റേഷനിലേക്ക് വിടാം. പതുക്കെ ഇറക്കാം. കയറുമ്പോൾ നമുക്ക് വലിയ പ്രശ്നം, ഇറക്കുമ്പോൾ കുറച്ച് സീനാണ്. അതിൻ്റെ അടി എന്തായാലും നല്ല രീതിക്ക് തട്ടും. കയറുമ്പോൾ അത്രക്ക് വലിയ സീൻ ഉണ്ടായില്ല, പക്ഷെ അടി ഇറങ്ങുമ്പോൾ അടി ഒക്കെ വണ്ടികളും ഒക്കെ ഉണ്ട് നമുക്ക്. ഓക്കെ, അപ്പോൾ നമ്മളെ വണ്ടിയും കാര്യം ജസ്റ്റ് ഒന്ന് തട്ടി. അതായത് നമ്മൾ എന്താ പറയുക, ഇവിടെ ഒന്ന് വർക്ക്ഷോപ്പിൽ വന്നിട്ട് ഒന്ന് ശരിയാക്കിയതാണ് കേട്ടോ. അതാണ് നമ്മൾ നേരത്തെ പോയത്. ഓക്കെ, നമ്മളെ വണ്ടി ജസ്റ്റ് ഒന്ന് തട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പോൾ നേരെ നമ്മളെ ഈ പോലീസ് സ്റ്റേഷനിൽ വിടാം. അങ്ങനെ പറഞ്ഞത് നമ്മുടെ ഈ ഒരു വണ്ടി തട്ടി ഒരു പോലീസാണെങ്കിൽ എന്തായാലും ഇങ്ങനെ വിളിച്ച് പറയത്തില്ല, അവിടെ നിന്ന് പറയുള്ളൂ. എനിക്ക് ചെറിയ സംശയമുണ്ട്. നമുക്ക് എന്തായാലും അവിടെ ചെന്ന് നമ്മുടെ വണ്ടി അവിടെ ഉണ്ടോ എന്ന് നോക്കണം. നേരെ ചെല്ലാം, പതുക്കെ ചെല്ലാം കേട്ടോ. വണ്ടി ലൈറ്റ് നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ലൈറ്റ് ഉണ്ട്, എന്നാലും ഒന്ന് പോവാം. ഇതിപ്പോൾ വണ്ടി ഇവിടെ. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. വണ്ടി കുറച്ചുകൂടി മുന്നേക്ക് എടുത്തിട്ട് ഒരു പാലത്തിൻ്റെ മേളിലോട്ട് ഇടാം. പോലീസ് സ്റ്റേഷനാണ്, കാണാത്ത രീതിയിൽ. നമ്മളെ വണ്ടി അവർ നമ്മൾ ഇട്ടിരുന്നിടത്തല്ല കേട്ടോ ഇപ്പം. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ മാറ്റി ബാക്കിൽ കാര്യം വെച്ചിട്ടുണ്ടാകുന്ന തോന്നണത്. ചിലപ്പോൾ പോലീസ് തന്നെ ആയിരിക്കും. ആരായാലും നമ്മൾ വണ്ടി നമ്മളെ നോക്കിയിട്ട് നമ്മൾ എടുത്ത് നമ്മൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടാണ്. നമ്മളെന്തായാലും വണ്ടി ഈ ഒരു വണ്ടി ഇവിടെ ഇടാം. ഇവിടെ ഇടണം, റോഡ് കയറിക്കുന്ന സ്ഥലമാണ്. നമുക്ക് കുറച്ച് സൈഡാക്കി ഇടാം. തൽക്കാലം ഇവിടെ കിടന്നോട്ടെ, നമുക്ക് രാവിലെ ആകുമ്പോഴേക്കിനും ഇവിടെ എടുത്തുകൊണ്ട് പോയാൽ മതി. ഓക്കെ, ഇവിടെ സേഫായിട്ട് കിടന്നോളും. നമുക്ക് എന്തായാലും നേരെ ആ ഒരു റോട്ടിലേക്ക് ഇറങ്ങിപ്പോയിട്ട് ആ ഒരു പോലീസ് സ്റ്റേഷൻ്റെ അടുത്തിട്ട് പോവാട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ പോലീസ് സ്റ്റേഷൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഇവിടെ എല്ലാം ഇവിടെയാണ് ഇട്ടിരുന്നത് നേരത്തെ, ഇവിടെ അല്ല കിടക്കണത്. ബാക്കിലെങ്ങാനും ആയിരിക്കും. നമുക്ക് തന്നെ അവിടെ ചെന്ന് നോക്കാം കേട്ടോ. ഓക്കെ, നമ്മൾ വണ്ടി അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ മോനെ നമ്മളെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട്, വലിയ സീനൊന്നുമില്ല. ഓക്കെ, എൻ്റെ മോനെ ലുക്കാണ് കേട്ടോ നമ്മളെ വണ്ടി, വലിയ പ്രശ്നമൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ വണ്ടി എടുത്ത് ഇവിടെ നിന്ന് വിടാം കേട്ടോ.
അവർക്ക് തുറന്ന് പെട്ടെന്ന് കയറാം. നമുക്കെന്നാൽ ഒരു കാര്യം ചെയ്യാം, പതുക്കെ വണ്ടി എടുത്തിട്ട് ഫ്രണ്ടിൽ അവിടെ ഒരു സ്ഥലം കണ്ട അതിലേ എടുക്കാൻ പറ്റുമോ നോക്കാം വണ്ടി. അവിടെ നിന്ന് അതിലേ പുറത്ത് പോകാനുള്ള ഒരു വഴി ഉണ്ടോ നോക്കട്ടെ. എന്താണ് അവിടെ വഴി ഉണ്ട്, അവിടെ എന്തൊരു വഴി കാണുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കാം. പതുക്കെ കണ്ടാൽ വണ്ടി എടുക്കണം. സൗണ്ട് ഇനിയിപ്പോൾ പോലീസാണ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് സൗണ്ട് ഒന്നും കേൾക്കണം വിചാരിച്ചാൽ നമ്മൾ പതുക്കെ എടുക്കണത് വണ്ടി. പതുക്കെ ഉള്ളിൽ കയറാം. ഓക്കെ ഓക്കെ ഇവിടെ എങ്കിലും നമുക്ക് ഈ വഴി പോവാൻ പറ്റില്ല. ഇത് വേറെ വഴിയൊന്നുമില്ല നമുക്ക് പോവാൻ. അല്ലേ പോവായിരുന്നു. നമുക്ക് എന്തായാലും ബാക്ക് എടുത്ത് തന്നെ പോവാം. ബാക്ക് എടുത്ത് ആ വഴി തന്നെ പതുക്കെ എടുത്ത് പോവാം. അത് നല്ലത്. വണ്ടി നല്ല ഒരേ വിട്ടാ വലിയ സീനൊന്നുമില്ല. ജസ്റ്റ് പെയിൻറ്റ് പോവും, നമുക്ക് ശരിയാക്കി എടുക്കാമെന്നുള്ളൂ. കേസ് നമ്മളെ പതുക്കെ എടുക്കാട്ടോ. ഈ ഒരു വണ്ടി വണ്ടികൾ മോഡിഫൈ ആണ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിൽക്കാനാണ്. അപ്പോൾ ഈ ഒരു വണ്ടിയൊക്കെ അതാണ് നമ്മൾ ഈ വണ്ടിക്കൊന്നും നമ്പർ പ്ലേറ്റ് കൊടുക്കാത്തത്. നമ്മളെ ബെൻസിന് നമ്പർ പ്ലേറ്റ് കൊടുത്തില്ല. ബെൻസ് നമ്മളിപ്പോൾ തൽക്കാലം നമ്മളെ പേഴ്സണൽ കാറായിട്ട് ഉപയോഗിക്കാൻ എടുത്താണ്. നമ്മളെ ബെൻസ് കൊടുക്കൂല. ആ ബെൻസിൻ്റെ മോഡിഫിക്കേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ പറയണം കേസൊക്കെ. നമ്മളെ ഒരു ബെൻസ് നമ്മളൊക്കെ പതുക്കെ എടുക്കാത്ത കേസ് പോലീസിൻ്റെ പണി പാടും. നമ്മളെ ബെൻസിൻ്റെ കളറ് അത് വേണോ അതോ ഒരു ഡാർക്ക് നീല വേണോ എന്ന് നിങ്ങൾ പറയട്ടോ. ഓക്കെയാണ് നമ്മൾ വളച്ച് പെട്ടെന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നേരെ കത്തിച്ച് വിടാം കേസ്. അവിടേക്ക് ഇനി കത്തിച്ച് വിടാം. നമ്മുടെ ആ ഒരു നമ്മളെ ഫോറസ്റ്റ് അല്ല, നമ്മളെ ആ ഒരു ഓഫ് റോഡില്ലേ അവിടേക്ക് പോവാം. അവിടെ ആകുമ്പോൾ സേഫായിട്ട് കിടന്നോളാം. അവിടെ നമ്മളൊരു സ്പോട്ട് ഉണ്ട്, നമുക്ക് അവിടേക്ക് വിടാം. അവിടെ അങ്ങനെ അധികം ആർക്കും വരത്തില്ല. വല്ല റേസ് ഉണ്ടെങ്കിലേ വരുള്ളൂ. ഇപ്പം അടുത്ത് റേസ് ഒന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. എന്നാലും നമുക്ക് കാണാത്ത രീതിയിൽ എവിടെയെങ്കിലും കിട്ടാം. ഓക്കെ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് വിടാം. ഓക്കെ നമ്മളങ്ങനെ ആ ഒരു ഇവിടെ വന്നിട്ടുണ്ട് ഓഫ് റോഡിൻ്റെ അവിടെ. ഇനി നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഇടാട്ടോ. ഇവിടെ ഇടുന്നൊരു പിടിയിട്ടുള്ള നമുക്ക് പെട്ടെന്ന് തന്നെ വരാൻ കേട്ടോ. കാരണം പോലീസൊന്നും കാണാൻ എൻ്റെ മോനെ ഇടിച്ചിട്ടുണ്ട് നൈസായിട്ട്. കുഴപ്പമില്ല, നമുക്ക് ശരിയാക്കി എടുക്കാമെന്നുള്ളൂ. നമ്മൾ നല്ല രീതിക്ക് പൊളിഞ്ഞിട്ട് ശരിയാക്കി എടുത്താണ്. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഇവിടെ സ്ഥലമൊന്നും ഇല്ല കേസ്. നമുക്ക് എന്താ ഇവിടെ നിന്ന് ഇവിടെയാണ് ഉള്ള സ്ഥലം. അതിലൊക്കെ ഇവിടെ എവിടെയെങ്കിലൊക്കെ നമുക്ക് കൊണ്ടുപോയി ഇടണം. ഇതിലേ എടുത്തിട്ട് ഇവിടെ എവിടെയെങ്കിലും സ്ഥലമുണ്ട്. എൻ്റെ വണ്ടി നല്ല രീതിക്ക് ഇടിക്കുന്നുണ്ട്. നമ്മൾ ഗ്രൗണ്ട് ക്ലിയറൻസ് കൊണ്ട് വലിയ സീനില്ല. ഇവിടെ എവിടെ ഇടാൻ കേസ്. വണ്ടി നല്ല അടിപൊളിയായിട്ട് ഓഫ് റോഡ് കയറുന്നുണ്ട് കേട്ടോ. വലിയ സീനൊന്നും ഇല്ല. എവിടെയെങ്കിലും ഓക്കെ ഇവിടെ ഇടാട്ടെ. നമ്മളെ വണ്ടി നമുക്ക് കൂട്ടിട്ടാം. ഓക്കെ എൻ്റെ സെറ്റ്. നമുക്ക് ഇവിടെ വണ്ടിയുടെ ഫ്രണ്ട് ഇടിച്ചിട്ടുണ്ട്. ഓക്കെ ഡോറ് ബ്ലോക്കാണല്ലോ. ഇനി ബാക്ക് എടുത്തിട്ട് പോവാട്ടോ. ബാക്ക് എടുത്തിട്ട് ഇറങ്ങാം. ഇവിടെ ഇട്ടാം വണ്ടി കൂട്ടിട്ടാൽ മതി. ഓറൊന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തൽക്കാലം നമുക്ക് കൂടെ ഇട്ടിട്ട് ഇവിടെ എവിടെയും സ്റ്റേ ചെയ്യാം. നമ്മുടെ സ്ഥലമുണ്ട് ഇവിടെ. ഓക്കെ ഇവിടെ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വേണ്ടി അടുത്ത വീഡിയോ കാണാൻ ബൈ.